ആഭ്യന്തര വകുപ്പ് ഏറ്റവും നല്ല രീതിയിൽ പോലീസ് സേനയെ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. എല്ലാ രീതിയിലും കഴിഞ്ഞ UDF സർക്കാരിൻ്റെ നമ്മൾ വെച്ച് നോക്കുമ്പോൾ എന്തായിരുന്നു ആ കാലം എന്നുള്ളത് വല്ലാത്തൊരു പേടിയോടെയാണ് സർ നമ്മളത് ഓർമ്മിക്കുന്നത് എന്നുള്ളതാണ്. സർ, നമുക്ക് ഓർമ്മയില്ലേ, ഒട്ടനവധി കാര്യങ്ങളുണ്ട്. അതിന് ഉദാഹരണത്തിന് വാളയാർ ദാരുണ മരണത്തിൽ നമുക്ക് ഓർമ്മയുണ്ടല്ലോ, മുതലെടുക്കുകയായിരുന്നു സർ അത്. വാളയാർ മരണം, ആ ദാരുണ മരണത്തിൽ കേരളത്തിലുള്ള മുഴുവൻ ജനങ്ങളും ഞെട്ടി വിറച്ചിട്ടുള്ള ഒരു സമയമായിരുന്നു സർ. പക്ഷേ നമ്മുടെ ഈ പോലീസ് ആഭ്യന്തര വകുപ്പ് ഏറ്റവും നല്ല രീതിയിലേക്കാണ് സർ അതിൻ്റെ അന്വേഷണം നടത്തിയിട്ടുള്ളത്, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഓരോ കാര്യങ്ങളും നടത്തിയിട്ടുള്ളത്. എന്നാൽ UDF എന്തായിരുന്നു സർ ചെയ്തിട്ടുള്ളത്? UDF അത് മുതലെടുപ്പ് നടത്തി ആഘോഷിക്കുകയായിരുന്നു സർ. എന്തൊക്കെയായിരുന്നു നമ്മുടെ മുഖ്യമന്ത്രിക്ക് നേരെ ആഞ്ഞടിച്ചിട്ടുള്ളത്? വളഞ്ഞിട്ടാക്രമിക്കുന്ന രീതിയിലായിരുന്നു. CBI അന്വേഷിക്കണമെന്ന് പറഞ്ഞു. നമുക്കറിയാം, നമ്മുടെ ഈ സഭയിലുള്ള വനിതാ അംഗമടക്കം ഓരോ മുക്കിലും മൂലയിലും പോയിട്ട് പ്രസംഗിച്ചത് നമുക്ക് ഓർമ്മയുണ്ട് സർ. വാളയാർ സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് ആരെയൊക്കെ മറക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അവരെ ആരെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ആഭ്യന്തര മന്ത്രി ഇതാ ശ്രമിക്കുന്നു, ആഭ്യന്തര വകുപ്പ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. CPMകാർ ഇതിൻ്റെ അകത്തുണ്ട്, ഇതിൽ കുറ്റവാളികളാണെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു സർ. CBI അന്വേഷിച്ചു. എല്ലാ അന്വേഷണത്തിനും അതിന് ഉത്തരവിട്ടു, അന്വേഷിച്ചു. CBI എത്തിയത് എവിടെയായിരുന്നു സർ? ഇതിലുള്ള പ്രധാന ക്രിമിനലുകളിൽ ഇതിന് കുറ്റവാളികളിൽ ഒരാളായിരുന്നു ഈ മരണപ്പെട്ട കുട്ടിയുടെ അമ്മ എന്നായിരുന്നു സർ. സർ, ഈ അമ്മക്ക് സപ്പോർട്ടായിട്ട് എന്തൊരു പ്രസംഗമായിരുന്നു! മൊട്ടയടിപ്പിച്ചു സർ, ആ അമ്മയെ മൊട്ടയടിപ്പിച്ചു. ധർമ്മടത്തെ മുഖ്യമന്ത്രിക്കെതിരായിട്ട് മത്സരിക്കാൻ കൊണ്ടുപോയി സർ. മറക്കരുത് സർ, ഇതൊന്നും മറന്നു പോവില്ല. മൊട്ടയടിപ്പിച്ചു, സഹതാപം നേടി, നാട്ടുകാരുടെ ജനങ്ങളുടെ സഹതാപം നേടാൻ മൊട്ടയടിപ്പിച്ചു. എന്റെ നിയോജക മണ്ഡലത്തിലെ ഒരു കേസ് പറയാം സർ, വളരെ വേദനയുള്ള ഒരു കേസാണ് സർ. ഞാൻ ആ വീട്ടിൽ പോയിരുന്നു. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മിഹിർ അഹമ്മദ് എന്ന് പറയുന്ന ഒരു കൊച്ചുമിടുക്കൻ. അവൻ പഠിച്ചത് എറണാകുളത്തെ ഗ്ലോബൽ പബ്ലിക് സ്കൂളിലാണ് സർ. മാതാവ് രചനയുടെയും സലീമിന്റെയും 2 മക്കളിൽ ഒരുവൻ സർ. 15/1/2025 ഈ സ്വന്തം വീടുള്ള 26ാം നിലയിൽ നിന്ന് ആ പയ്യൻ ചാടി സൂയിസൈഡ് ചെയ്തു സർ. ആ സൂയിസൈഡിന്റെ യഥാർത്ഥ കാരണം ആ സ്കൂളിൽ ബസ്സിലും ക്ലാസ്സിലും നടന്ന ആ കുട്ടിക്കെതിരെ നടന്ന പീഡനമാണ് സർ. ഞാൻ ബഹുമാന്യനായ DGPയെ വിളിച്ച്, ഞാൻ കൊച്ചിൻ പോലീസ് കമ്മീഷണറെ വിളിച്ച്, ഞാൻ പുത്തൻകുരിശി DYSPയെ വിളിച്ച് ഈ കേസിന്റെ ഓരോ കാര്യങ്ങളും പറഞ്ഞ് ഗൗരവത്തോടു കൂടി നോക്കണം എന്നൊക്കെ പ്രത്യേകം പറഞ്ഞ് സംസാരിച്ചിരുന്നു സർ. നിങ്ങൾ ആലോചിക്കണം, ഇന്ന് ആ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിദ്യാർത്ഥികളെ, ഈ കുട്ടി മരിച്ചതിന് ശേഷം ജസ്റ്റിസ് ഫോർ മിഹിർ എന്ന പേരിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി. ആ വാട്സപ്പ് ഗ്രൂപ്പിലെ ഒരു സന്ദേശം ഞാൻ ഇവിടെ വായിക്കാം സർ. ഇന്ന് കേരളത്തിലെ കോളേജുകളിൽ മാത്രമല്ല സ്കൂളുകളിൽ അടക്കം നടക്കുന്ന അതീവ ഗുരുതരമായ പ്രശ്നം. ആ പ്രശ്നത്തെ നമ്മുടെ പോലീസ് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് സർ. 2 കുട്ടികളുടെ പേര് പറയുന്നുണ്ട്, ഞാൻ ആ കുട്ടിയുടെ പേര് ബോധപൂർവം പറയാതിരിക്കുകയാണ്. They made Mihir play a game where he spread his fingers out and instead of using a pencil to hit between the gaps of his fingers, they made him use a knife. ഒരു കളി കളിക്കാൻ ആ കുട്ടിയെ പ്രേരിപ്പിച്ച് പെൻസിൽ ആ ഫിംഗറിനിടയിൽ ഇടുന്നതിന് പകരം കത്തിയിട്ടുകൊണ്ട് ആ കുട്ടിയെ കളിപ്പിച്ചു. എന്നിട്ട് അതിനുശേഷം they also made him lick toilet seats and also pushed his head into toilets and flushed them. ആ കുട്ടിയെ പിടിച്ച് ടോയ്ലറ്റിന്റെ സീറ്റ് ബെൽറ്റ് നമ്മൾ ഇരിക്കുന്നതായിട്ടുള്ള ബെൽറ്റ്, അതിൽ ആ കുട്ടിയെ നാവ് കൊണ്ട് നക്കിച്ചു. അതിനുശേഷം ആ കുട്ടിയുടെ തല ടോയ്ലറ്റിലേക്ക് അമർത്തി, എന്നിട്ട് ഫ്ലഷ് ചെയ്തു. സർ, നിങ്ങൾ ആലോചിക്കണം, ഈ കുട്ടി പിറ്റേ ദിവസങ്ങളിൽ ഞാനും നിങ്ങളും കേൾക്കുന്ന വാർത്ത 26ാം നിലയിൽ നിന്ന് ചാടി സൂയിസൈഡ് ചെയ്തു എന്നുള്ളതാണ്. ഇതിൽ ഈ കുട്ടിയുടെ ചേട്ടനോട്
ഈ കുട്ടിയുടെ സുഹൃത്തുക്കളോട് ഈ കുട്ടി കാര്യം പറയുന്നുണ്ട്. ഇത് ആ കുട്ടികളുടെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പാണ്, മരണത്തിന് ശേഷമുള്ള വാട്സപ്പ് ഗ്രൂപ്പാണ്. സർ, പുത്തൻകുരിശ് പോലീസ് ഈ റാഗിംഗ് കേസ് അന്വേഷിച്ച് ഒരു പ്രതിയെ പിടിച്ചില്ല എന്നുള്ളത് മാത്രമല്ല, സ്വന്തം ചേട്ടനോട് പറഞ്ഞ കാര്യം പോലീസിനോട് ചോദിച്ചപ്പോ എന്തേ ഈ വാട്സപ്പിന്റെ ചാറ്റുകൾ നിങ്ങൾ പരിശോധിക്കാത്തത് എന്ന് ചോദിച്ചപ്പോ അതൊക്കെ ഞങ്ങൾ അന്വേഷിച്ചോളാം എന്ന് പറഞ്ഞ് ആ കേസ് ഇന്ന് മൂടുന്ന അവസ്ഥയിലാണ് സാർ. എവിടെ നീതി കിട്ടും? ഞാൻ ബഹുമാനപ്പെട്ട ചെയറിനോട് പറയുന്നു, മുഖ്യമന്ത്രിയോട് പറയുന്നു, കൊച്ചു കുട്ടികൾ വരെ സൂയിസൈഡ് ചെയ്യപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ ഗുരുതരമായ അപരാധം ചെയ്തതായിരിക്കുന്ന ആളുകളെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് മരണാനന്തര നീതി ലഭ്യമാക്കാൻ വരെയുള്ള നടപടിക്ക് ഈ സർക്കാർ നേതൃത്വം കൊടുക്കണമെന്ന് വിനീതമായി ആവശ്യപ്പെടുക. ഇത് മാത്രമായിരുന്നു സർ. നമുക്കറിയാലോ ജിഷ വധക്കേസ് എന്തായിരുന്നു സർ? UDF-ന്റെ കാലത്ത് ഒരു ചെരുപ്പ് കിട്ടി മരത്തിന്റെ മുകളിൽ കെട്ടിത്തൂക്കി, എന്നിട്ട് പറഞ്ഞു ഈ ചെരുപ്പെടുക്കാൻ ആൾ വരും, അപ്പൊ നമുക്ക് അറസ്റ്റ് ചെയ്യാൻ. ആഭ്യന്തരമന്ത്രി നോക്കി നിന്നു, ചെരുപ്പെടുക്കാൻ ആരെങ്കിലും വരുന്നുണ്ടോ, അങ്ങനെയാണെങ്കിൽ അവരെ നമുക്ക് അറസ്റ്റ് ചെയ്തിട്ട് ഇതേ പ്രതിയാണ് എന്ന് പറയാം. അങ്ങനെയല്ലായിരുന്നോ സർ? മറന്നു പോവില്ല സർ ഈ കേരളത്തിലുള്ള ജനങ്ങളോട് സർ. എന്നിട്ട് എന്താ ഉണ്ടായേ? LDF വന്നു, അത് ശാസ്ത്രീയമായിട്ട് അന്വേഷിച്ചു, ആ പ്രതികളെ പിടിച്ചു, തുരങ്കിൽ അടച്ചു എന്നുള്ളതാണ്, നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്നു, ശിക്ഷിച്ചില്ലേ സർ? ഇതാണ് സർ UDF അതേപോലെ തന്നെ LDF-ഉം തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം സർ. ഇവിടെ പറയുന്നു പരോള് കൊടുത്തു എന്ന് പറയുന്നു. കുറ്റവാളികൾ ജയിലിൽ അടക്കുമ്പോ പരോള് കൊടുക്കണം എന്നുള്ളത് അവരുടെ അവകാശമാണ് സർ. ആ അവകാശത്തെ ആർക്കും അത് നിഷേധിക്കാൻ പറ്റില്ല, ഇല്ലാതെയാക്കാൻ പറ്റില്ല. അങ്ങനെയാണ് സർ പരോള് കൊടുത്തിട്ടുള്ളത്. എല്ലാ കാലവും തുരങ്കലിൽ അടക്കുക എന്നുള്ളതല്ല സർ. ആദ്യം ഇത് പരോള് കൊടുത്തത് ആരായിരുന്നു സർ? UDF-ന്റെ അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള രമേശ് ചെന്നിത്തലയാണ് സർ. എന്നിട്ട് ഇപ്പൊ ഇവിടെ വന്നിട്ട് ചോദ്യം ചെയ്യുമ്പോ നേരെ ഒരു വിരൽ ഇങ്ങോട്ട് ചൂടുമ്പോ LDF-നെതിരായിട്ട് ചൂണ്ടുമ്പോ 4 വിരൽ തന്നെ കൊള്ള ചൂടണം എന്നുള്ളതാണ് സർ ഇതുകൊണ്ട് നമ്മൾ കാണുന്നത്. ഇതാണ് സർ ഇവര് നമ്മളുമായിട്ടുള്ള വ്യത്യാസം. ഇതാണ് ജയിലിനകത്ത് പരിശോധന നടത്തിയപ്പോ ജയിലിനകത്ത് മരിച്ച രക്തസാക്ഷികളുടെ പേര് വെച്ചുകൊണ്ടുള്ള രക്തസാക്ഷി സ്തൂപം വരെ നിൽക്കുകയാണ് സർ. ജയിലിൽ വെച്ച് സ്വർണ്ണക്കടത്ത്, ജയിലിൽ വെച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ, ജയിലിൽ വെച്ച് ലഹരിക്കടത്ത്, ജയിലിൽ വെച്ച് ഫോൺ ഉപയോഗം, ജയിലിൽ വെച്ച് ജയിലിലേക്ക് പോകുന്ന ആളുകൾക്ക് യാത്രയയപ്പ്, ഇതൊക്കെയാണ് സാർ ഇന്നിപ്പോ കേരളത്തിൽ നടക്കുന്നത്. ഇത് സ്വീകരണം വേറെ സർ. ഞാൻ ചോദിക്കുന്നു, ശരത് ലാൽ കൃപേഷ് കൊലപാതക കേസിലെ പ്രതികൾ, ആ പ്രതികൾ ജയിലിലേക്ക് പോകുമ്പോ ആരാണ് സാർ യാത്ര അയച്ചത്? ഞാൻ ചോദിക്കുന്നു, ഒരു കൊലപാതക കേസിലെ പ്രതികൾ ജയിലിലേക്ക് പോകുമ്പോ നിങ്ങളുടെ ഉത്തരവാദപ്പെട്ട നേതാക്കന്മാർ ആ പ്രതികളെ യാത്ര അയക്കുമ്പോ ഇവിടെ റൂൾ ഓഫ് ലോ ഉണ്ടോ, അതല്ല ക്രിമിനൽ വാഴ്ചയാണോ? ആ ക്രിമിനലിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് നിങ്ങളാണെന്ന് സ്വയം പ്രഖ്യാപിക്കുകയല്ലേ ഈ കേരളത്തിൽ? ഇതിനേക്കാൾ വലിയ മര്യാദകേടും ഇതിനേക്കാൾ വലിയ ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനവും വേറെ ഏതെങ്കിലും ഉണ്ടോ സാർ? നിങ്ങൾ ആലോചിച്ചു നോക്കണം. ചില കേസുകൾ ഹോളി ക്രൈംസ് ആണ് സാർ. പാർട്ടി തീരുമാനിച്ച് നടത്തുന്ന കൊലപാതകം ഹോളി ക്രൈംസ്. അതിന്റെ ഭാഗമാണല്ലോ പ്രിയപ്പെട്ട KK രമ ഇവിടെ പറഞ്ഞത്. ഓരോ ആളുകൾക്ക് കൊടുത്തതായിരിക്കുന്ന സാർ KC രാമേന്ദ്രന് കൊടുത്തതായിരിക്കുന്ന പരോളിന്റെ ഡേയ്സിനെ കുറിച്ച് ഇവിടെ പറഞ്ഞു 1308 ദിവസം സാർ. അതിന്റെ റീസൺ കിർമാണി മനോജ് ഉൾപ്പെടെ വായ്പിടിച്ച് റഫീഖ് ഉൾപ്പെടെ ഓരോ പ്രതികൾക്ക് നിങ്ങൾ കൊടുത്തതായിരിക്കുന്ന MC മനോജ് ഉൾപ്പെടെ ഓരോ ആളുകൾക്ക് നിങ്ങൾ കൊടുത്ത 1038, 1044, 962 അടക്കമുള്ളതായിരിക്കുന്ന പരോൾ ദിവസങ്ങൾ സാർ. അതിന്റെ റീസൺ എഴുതിയതാണ് ഏറ്റവും വലിയ രസം സാർ. അതിന്റെ റീസൺ എഴുതിയിരിക്കാൻ ടൈം ടു സ്പെൻഡ് വിത്ത് ഫാമിലി മെമ്പേഴ്സ്. സാർ നാണമുണ്ടോ സാർ നിങ്ങൾക്ക്? ഒരു കൊലപാതകത്തിന് നേതൃത്വം കൊടുത്ത 52 വെട്ടുവെട്ടി കൊലപാതകത്തിന് നേതൃത്വം കൊടുത്ത ഒരു പൊതുപ്രവർത്തകനെ കൊന്ന് കശാപ്പ് ചെയ്ത ആ പ്രതികൾക്ക് കുടുംബത്തിന്റെ കൂടെ താമസിക്കാൻ എന്ന് പറഞ്ഞ് 1000, 1500 ദിവസവും നിങ്ങൾ പരോള് കൊടുക്കുമ്പോ ഈ സർക്കാരിന് നിയമവാഴ്ചയോട് പുല്ലിന്റെ വരെയാണ് സാർ. ഈ സർക്കാരിന്
സർക്കാരിന് മാന്യതയും ഈ സർക്കാരിന് ജനാധിപത്യ നീതിന്യായ ബോധമുണ്ടോ സാർ? സാർ, ഓരോ കാര്യം നിങ്ങൾ നോക്കണം. ഇപ്പോ സാർ, ഇതൊക്കെ കാണുമ്പോ എന്താണ് ഞങ്ങൾക്ക് ഓർമ്മ വരുന്നത് എന്ന് ചോദിച്ചാൽ, യഥാർത്ഥത്തിൽ നിയമവാഴ്ചയോടെ നടക്കില്ല. സ്വരാജിന്റെ ശ്രീ പി ജയരാജനെ സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്താതെ നിങ്ങൾ പുറത്താക്കിയപ്പോ അദ്ദേഹത്തിന്റെ മകൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റോ വാട്സപ്പ് സ്റ്റാറ്റസ് വെച്ചു. ആ സ്റ്റാറ്റസിൽ ആ മകൻ പറഞ്ഞതായിരിക്കുന്നത് 2019 സ്വരാജിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. ആ സ്വരാജിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉള്ളതായിരിക്കുന്ന വാചകം, ഈ കേരളം രാജ്യം എന്നുള്ളത് അദ്ദേഹം പറഞ്ഞു, ഞാനത് കേരളമാക്കുന്നു. ഈ കേരളം ഇവർ ഭരിക്കുമ്പോ ഇങ്ങനെയൊക്കെ അല്ല മറ്റു വല്ലതും സംഭവിക്കും എന്ന് നിങ്ങൾക്ക് വല്ല ധാരണയുമുണ്ടോ എന്നുള്ളതാണ്. സാർ, ഇതിൽ പരം മറ്റു വല്ലതും സംഭവിക്കോ സാർ? സാർ, എന്താണ് സാർ ഇന്ന് പോലീസിന്റെ അവസ്ഥ? പോലീസിന് ഡീസൽ അടിക്കാൻ കാശില്ല, പോലീസിന്റെ കയ്യിൽ പുതിയ വാഹനമില്ല, പോലീസിന്റെ കയ്യിൽ പുതിയ ഉപകരണങ്ങളില്ല. സാർ, മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെയുള്ള കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിലെ ടെലിഫോണിന്റെ ബില്ലടയ്ക്കാൻ പോലും കാശില്ല സാർ. സാർ, എങ്ങനെ പോലീസ് ഇവിടെ എൻഫോഴ്സ്മെന്റ് നേതൃത്വം കൊടുക്കും? ഏത് കാര്യത്തിന് നേതൃത്വം കൊടുക്കും? സാർ, ഇവിടെ ഇന്നിപ്പോ പോലീസിന്റെ ഓരോ കാര്യം, ഞാൻ നവീകരണത്തിന്റെ കാര്യത്തിലേക്കോ സ്ട്രെസ്സിന്റെ കാര്യത്തിലേക്കോ ഒന്നും പോകുന്നില്ല. 1991 MK ജോസഫ് അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിൽ കൃത്യമായി പറഞ്ഞു 8 മണിക്കൂർ ജോലി. സാർ, എത്രയാണ് ജോലി? 16 മണിക്കൂർ മുതൽ 20-24 മണിക്കൂർ വരെ ജോലിയാണ് സാർ, കണ്ടിന്യൂസ് ആയിട്ട്. 500 ആളുകൾക്ക് ഒരു പോലീസാണ് വേണ്ടത്. നിങ്ങൾ ആധുനിക ലോകക്രമത്തെ പരിശോധിക്കണം. ഈ കേരളത്തിന്റെ അവസ്ഥ എന്താ? വളരെ മോശമായ അവസ്ഥ. സാർ, ഈ കേരളത്തിൽ 150 പോലീസുകാർ VRS എടുത്തു സാർ. 118 പേർ പോലീസ് വേണ്ടെടുത്ത് 44 പേരുമായി ഈ പോലീസ് സ്റ്റേഷൻ ചലിക്കുകയാണ് സാർ. സാർ, നിങ്ങൾ ആലോചിക്കണം, 8 വർഷത്തിനിടയിൽ ജീവനൊടുക്കിയ പോലീസുകാരുടെ എണ്ണം ഈ കേരള പോലീസിൽ 140 ആണ് സാർ. സാർ, ഇങ്ങനെ ഒരു പോലീസ് സംവിധാനത്തെ നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റൂ?